മതമോ ജാതിയോ അല്ല, മനുഷ്യന് വേണ്ടിയാണ് ആ ഇടപെടൽ എന്നായിരുന്നു ആ വാക്കുകൾ. കൊലപാതകം നടത്തുന്നവർക്ക് പ്രായശ്ചിത്തം നൽകാൻ ഇസ്ലാം മതം അനുവദിക്കുന്നുണ്ട്. അക്കാര്യം ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ഇസ്ലാം മതത്തിൽ തന്നെ മറ്റൊരു നിയമമുണ്ട്. കൊലക്കുറ്റം ചെയ്ത ആളെ കൊല്ലാനിരിക്കുകയോ അല്ലെങ്കിൽ അതിന് കൊടുക്കുന്നതിന് ഇസ്ലാം മതത്തിൽ ഗ്രന്ഥങ്ങളിൽ ദിയത്ത്, ഖവദ് എന്നെല്ലാം പേര് പറയും. പ്രായശ്ചിത്തം കൊടുത്തുകൊണ്ട് ഒഴിവാക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ട്. യമനിലെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെ ബന്ധപ്പെടുകയും അവരോട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന ആ മനുഷ്യൻ രാജ്യാതിർത്തിക്കപ്പുറത്ത്, നിയമ സംവിധാനങ്ങൾക്കപ്പുറത്ത് രാജ്യചരിത്രം കണ്ട ഏറ്റവും വലിയ മാനവികതയുടെ നയതന്ത്ര ഇടപെടലായിരുന്നു അത്. ഇന്ത്യക്ക് യമനുമായി നയതന്ത്ര ബന്ധമോ സ്ഥാനപതി കാര്യാലയമോ ഇല്ലാത്ത സാഹചര്യം. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ കൂടുതലൊന്നും ചെയ്യാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ പോലും കോടതിയിൽ കൈയൊഴിഞ്ഞ ദിവസങ്ങൾ. യമനിലെ ശക്തവും പൗരാണികവുമായ നിയമ സംവിധാനങ്ങൾ, അന്താരാഷ്ട്ര വാതിലുകൾ കൊട്ടിയടച്ച യമനിലെ നോർത്തിലെയും സൗത്തിലെയും ഭരണകൂടങ്ങൾ, എല്ലാത്തിനുമുപരി തലാലിന്റെ കൊലപാതകം കുടുംബങ്ങൾക്ക് പുറമെ ഗോത്രങ്ങൾക്കിടയിലും വളരെ വൈകാരിക പ്രശ്നം കൂടിയായിരുന്നു. നിമിഷയുടെ വധശിക്ഷ എണ്ണപ്പെട്ടിരിക്കെ എല്ലാവിധത്തിലും നയതന്ത്ര ഇടപെടലുകൾ അസാധ്യമായെന്നിരിക്കെ എല്ലാ പ്രതീക്ഷയും അറ്റുപോയ ഇടത്താണ് ആ നന്മയുടെ സാന്നിധ്യം. ഇസ്ലാം മനുഷ്യത്വത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണല്ലോ. അവിടെ ജാതിയോ മതമോ അല്ല, മനുഷ്യൻ എന്ന നിലക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ് ഇത്. അവിടെയുള്ള പണ്ഡിതന്മാരോട് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതും അവരെ അംഗീകരിക്കുന്നതും ആണ്. ഒരു ചർച്ചയും സാധ്യമല്ലാത്ത കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ആദ്യമായി നേരിട്ടുള്ള ചർച്ചയ്ക്കെത്തിച്ചത് ഈ ഇടപെടലിലായിരുന്നു. എണ്ണപ്പെട്ട നിമിഷങ്ങളിൽ നടത്തിയ തിരക്കിട്ട ചർച്ചകൾക്കൊടുവിൽ ആ പ്രതീക്ഷയുടെ വാർത്ത. നാളെ നടപ്പിലാക്കാനിരിക്കുന്ന വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നതായി കോടതിയുടെ ഉത്തരവ്. യമൻ സമയം ഇന്ന് രാവിലെ 10 മണിക്ക് കുടുംബവുമായി തുടർന്ന യോഗത്തിലാണ് പുതിയ കോടതി ഉത്തരവ് സാധ്യമായത്. കാന്തപുരത്തിന്റെ ഇടപെടലിൽ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലിന്റെ നേതൃത്വത്തിൽ ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസും യമൻ ഷൂറ കൗൺസിൽ അംഗവും തലാലിന്റെ സഹോദരനുമായി തലാലിന്റെ നാട്ടിൽ നടത്തിയ ചർച്ചയിലായിരുന്നു ആ സുപ്രധാന തീരുമാനം. യമനിലുള്ള ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ചേർന്ന് ഈ കാര്യത്തിൽ ആലോചിക്കുകയും അങ്ങനെ വേണ്ടത് ചെയ്യാമെന്ന് എനിക്ക് അറിയിക്കുകയുമാണ് ചെയ്തിരുന്നത്. ഷെയ്ഖ് ഹബീബിന്റെ ഇടപെടലിനെ തലാലിന്റെ കുടുംബം മാനിക്കുകയായിരുന്നു. ഇതോടെ നാളത്തെ വധശിക്ഷ മാറ്റിവെക്കണമെന്ന കാന്തപുരത്തിന്റെ ആവശ്യം യമൻ ഭരണകൂടം അംഗീകരിച്ചു. ദിയാധനം ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ദിയാധനം ആവശ്യമെങ്കിൽ സമാഹരിക്കാൻ ചാണ്ടി ഉമ്മൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഭിന്നിപ്പിന്റെ കാലത്ത് നിമിഷപ്രിയയ്ക്കായി ഒരു ആത്മീയ നേതാവിന്റെ ഇടപെടലിനെ കേരള മോഡലെന്ന് സമൂഹം ഉറക്കെ വിളിച്ചു പറയുകയാണ്.